നമസ്കാരം ഗായ്സ്, ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. കുറച്ച് ദിവസമായി ഇപ്പോൾ വ്ളോഗ് ഡെയിലി ഇടാൻ പറ്റില്ല എനിക്ക്. കാരണം ഞാൻ പറഞ്ഞില്ല, എൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാതും കൂടി ശരിയായി വന്നുകൊണ്ടിരിക്കുന്നു. നാളെ ആകുമ്പോഴത്തേനും എനിക്ക് എൻ്റെ ഓൾമോസ്റ്റ് എല്ലാ സംഭവങ്ങളും ക്ലിയർ ആവണം. ഫൈനാൻഷ്യലിയും പിന്നെ എൻ്റെ കേസസ് ഈ ആഴ്ച ഞാൻ ക്ലിയർ ആക്കും. അപ്പോൾ നമ്മൾക്ക് ഇന്നത്തെ ദിവസം ഈ വ്ളോഗിൽ കൂടെ തുടങ്ങാം. ഇന്നത്തെ ടോപ്പിക്ക് ആക്ച്വലി ദുബായിലേക്ക് വരുന്നവർക്ക് വേണ്ടിയാണ്. ഏറ്റവും ആദ്യമായിട്ട് ദുബായിൽ വന്ന് ജോലി അന്വേഷിച്ച് ജോലി കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ അവരവരുടെ ജീവിതം ഒരു പുറം രാജ്യത്ത് തുടങ്ങുന്നവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് മാത്രമല്ല, പ്ലസ് കൂടുതൽ ആൾക്കാരും ചെയ്യണം മിസ്റ്റേക്സിനെ പറ്റിയിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ദുബായിലൂടെ വന്നിട്ട് ജോലി കിട്ടി, പുതിയതാണ്. അപ്പോൾ ഈ കുറച്ച് മിസ്റ്റേക്സിന് നമ്മൾ ചെയ്യുന്നത് ഇത് ചെയ്യാണ്ടിരിക്കുക. കാരണം നമ്മളൊക്കെ ഇപ്പോൾ എത്ര എക്സ്പീരിയൻസ് ആയി, നമ്മുടെ കൊല്ലങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മൾ ഈ മിസ്റ്റേക്സൊക്കെ ചെയ്തുകൊണ്ട് ഇപ്പോൾ നമ്മളുടെ പുതിയ ജനറേഷൻ വരുന്നവർക്ക് ഇതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം നല്ലതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിന്ന് പറഞ്ഞു വരുന്നത് പറഞ്ഞാൽ നമ്മുടെ രാജ്യം വിട്ട് വേറൊരു രാജ്യത്ത് ഫ്യൂച്ചർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പോണത്. പക്ഷേ ആ ഫ്യൂച്ചർ ഉണ്ടാക്കി വരുന്നതോറും നമ്മൾ ആക്ച്വലി മനസ്സിലാക്കുന്നത് നമ്മളെ ഇൻകത്തിനും കൂടുതൽ നമ്മൾ എക്സ്പെൻഡിച്ചർ ചെയ്യണം. അപ്പോൾ അതിനെ പറ്റിയിട്ട് കുറച്ച് എക്സ്പെൻഡിച്ചേഴ്സ് ഏതൊക്കെ എക്സ്പെൻസസ് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത് അതിനെപ്പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വ്ളോഗ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഓരോന്നോരോന്നായിട്ട് കിടക്കാം. ദുബായിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ആദ്യം നോക്കണമെന്ന് വെച്ചാൽ ഒരു വീടാണ് താമസിക്കാൻ വേണ്ടിയിട്ട്. അതിപ്പോൾ ബാച്ചിലർ ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ ഫാമിലിക്ക് വേണ്ടിയിട്ടായിക്കോട്ടെ. അപ്പോൾ ആ വീട് നമ്മൾ നോക്കണത് നമ്മളുടെ സ്റ്റാൻഡേർഡ് വെച്ചിട്ടാണ് നമ്മൾ കൂടുതലും നോക്കാം, നമ്മളുടെ പോക്കറ്റ് വെച്ചിട്ടല്ല. അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ വീട് നോക്കുമ്പോൾ ഡു നോട്ട് ഗെറ്റ് എനിത്തിങ് വിച്ച് ഈസ് ഓവർ ബഡ്ജറ്റഡ് ദാൻ യുവർ ഇൻകം. ഇവിടെ എന്തായാലും 25% നിങ്ങളുടെ സാലറിയിൽ നിന്ന് പോണത് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ റെൻ്റാണ്. അപ്പോൾ നമ്മളൊരു സ്ഥലം താമസിക്കാൻ വേണ്ടി നോക്കണമെന്ന് വെച്ചാൽ നമ്മളുടെ 25% നമ്മൾ കൂടുതലും ചിലവാക്കണം. ഇപ്പോൾ 1000 റുപ്യ ശമ്പളം കിട്ടുന്നത് വെച്ചാൽ അതിൽ 250 ദിർഹം നമ്മളുടെ റെൻറ്റിന് തന്നെ പോകും. മനസ്സിലായില്ലേ? ഞാനൊരു 1000 റുപ്യ ബേസിക്കായിട്ട് എടുത്താണ് കേട്ടോ, എന്ന് വെച്ചാൽ ഒരു ആവറേജ് ആയിട്ട്. അപ്പോൾ നമുക്കൊരു കാൽക്കുലേഷൻ ചെയ്യാൻ ഈസി ആവുമല്ലോ. അപ്പോൾ അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് 250 കുറച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ അത്രയും നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു 10,000 ദിർഹം സാലറി കിട്ടുമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ 2500-ൻ്റെ വീടോ ഇതൊന്നും എടുക്കാണ്ടിരിക്കുക. അല്ലെങ്കിൽ ഏരിയ അനുസരിച്ചിട്ട് ആ സെയിം 2500-ന് നിങ്ങൾക്ക് നല്ല സ്ഥലം വേറൊരു ഷാർജയിലോ അവിടെ കാണാൻ കിട്ടും. ട്രാവലിംഗ് കുറച്ച് കൂടും, പക്ഷെ എന്നാലും പൈസ ലാഭിക്കാൻ പറ്റണത് അതായിരിക്കുള്ളൂ. പിന്നെ ഷെയറിങ് അക്കോമഡേഷൻ ഉണ്ട്, അങ്ങനെ പല ഓപ്ഷൻസും ഉണ്ട്. കുറച്ച് കാലത്തേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയണത് ഈ എക്സ്പെൻസസ് പിടിച്ചു വെക്കണം എന്ന് പറഞ്ഞാൽ കുറച്ച് കാലത്തേക്ക് വേണ്ടി നമ്മളൊന്ന് സെറ്റിൽ ആവണം വരെ. അപ്പോൾ ഏറ്റവും ആദ്യത്താണ് നമ്മളുടെ ഡോണ്ട് സ്പെൻഡ് ടു മച്ച് ഓൺ റെൻറ്റ്. പിന്നെ രണ്ടാമത്തെ പോയിൻറ്റ്, ലോൺ എടുക്കാണ്ടിരിക്കുക. വന്നു കഴിഞ്ഞാൽ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ 2-3 മാസം ഒരു കമ്പനിയിൽ ജോലി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ആദ്യം അപ്ലൈ ചെയ്യണതാണ് ലോൺ. അത് പേഴ്സണൽ ലോണിനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ പേഴ്സണൽ ലോൺ എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ തന്നെ നാട്ടിലേക്ക് അയക്കുക. പിന്നെ അത് വെച്ചിട്ട് നമ്മൾ എല്ലാ മാസവും EMI അടയ്ക്കുക, 1 കൊല്ലത്തേക്കോ 2 കൊല്ലത്തേക്കോ അല്ലെങ്കിൽ 4 കൊല്ലത്തേക്കോ. അപ്പോൾ ഈ ലോൺ എടുക്കാണ്ടിരിക്കുക. കാരണം ഈ ലോൺ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ളൂ, ഒരു ഗ്യാരണ്ടി ഇല്ല മോനെ. നമ്മൾ ഈ പുതിയ രാജ്യത്താണ്. എങ്ങാനും നിങ്ങളുടെ കമ്പനി പൊട്ടിപ്പോയി കഴിഞ്ഞാൽ മനസ്സിലായില്ലേ, ഇത്ര വലിയ കമ്പനീന് പെട്ടെന്ന് തന്നെ 1 മാസം കൊണ്ട് പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ആലോചിക്കുക, ലോൺ എടുക്കാണ്ടിരിക്കുക. ഉള്ളത് വെച്ച് അറ്റ്ലീസ്റ്റ് 1 കൊല്ലം വരെ നിങ്ങളൊരു കമ്പനിയിൽ ജോലി ചെയ്യുക, സേവ് ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞിട്ട് 1 കൊല്ലം കഴിഞ്ഞിട്ട് ഒരു ലോണിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ അതും മാത്രമല്ല, ഒരു ലോൺ എടുക്കണമെന്ന് വെച്ചാലും നമ്മളെക്കൊണ്ട് താങ്ങാൻ പറ്റുന്ന EMI അടയ്ക്കാൻ പറ്റുന്ന ഇതനുസരിച്ചിട്ട്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 10% വരെ എന്ന് വെച്ചാൽ ഒരു സാലറി നിങ്ങളൊരു 1000 ഉണ്ടാക്കുന്നത് വെച്ചാൽ ഒരു 100 റുപ്യ മാസം കൊടുക്കാൻ പറ്റുന്ന ഇതിൻ്റെ അനുസരിച്ചിട്ടോ നിങ്ങൾ ഒരു ലോൺ എടുക്കാം. അത് തന്നെ കൂടുതലാണ്. പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞു പറഞ്ഞാൽ അങ്ങനത്തെ ചെറിയ എമൗണ്ട് 10%, 5%-ൻ്റെ രീതിയിൽ നിങ്ങൾക്ക് EMI കൊടുക്കുന്ന അനുസരിച്ചിട്ടുള്ള രീതിയിൽ ഒരു ലോൺ എടുക്കണം. പക്ഷേ എടുക്കാണ്ടിരിക്കുക 1 കൊല്ലം വരെ. 1 കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെ വേണമെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു സെറ്റിൽ ആവണമെന്ന് വെച്ചാൽ പിന്നെ അപ്ലൈ ചെയ്തോ. പിന്നെ
ഡ്രൈവിംഗ് ലൈസൻസിന് ജോലി കിട്ടി അപ്പം തന്നെ അപ്ലൈ ചെയ്യുക, അത് ചെയ്യാണ്ടിരിക്കുക. എൻ്റെ പൊന്നു മോനെ, നിങ്ങൾ വന്നിട്ടുള്ളൂ, എനിക്ക് മനസ്സിലാക്കാം എല്ലാവരുടെയും ആ ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ. ഒരു പ്രാവശ്യം വിസ കിട്ടിക്കഴിഞ്ഞാൽ, എമിറേറ്റ്സ് ID കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണം, പിന്നെ അതിൻ്റെ വണ്ടി എടുക്കണം, അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന മിസ്റ്റേക്കാണ്, ഒരു ഡ്രൈവിംഗ് ലൈസൻസിന് തന്നെ ഇവിടെ ഒരു 4,000 മുതൽ 10,000 20,000 വരെ ചിലവാക്കിയവരുണ്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് നമ്മൾ ആലോചിക്കണം. ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടി ചാടി കയറി അപ്ലൈ ചെയ്യരുത്. ഒരു കൊല്ലം വരെ നിങ്ങൾ എങ്ങനെയെങ്കിലും പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിച്ച് ഒന്ന് സെറ്റിലാവാൻ നോക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ വേണ്ട വെച്ചാൽ 1 കൊല്ലം കഴിഞ്ഞിട്ടോ 1.5 കൊല്ലം കഴിഞ്ഞിട്ടോ ഡ്രൈവിംഗ് ലൈസൻസ്. അത് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ആലോചിക്കണം. ഏതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആദ്യം അതനുസരിച്ച് ചെയ്യുക. ഇപ്പോൾ ലോൺ എടുക്കണം വെച്ചാൽ ലോൺ എടുക്കുക, അതിൻ്റെ ഒപ്പം നിങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കരുത്. ഒരെണ്ണം കഴിഞ്ഞ് പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കിടക്കുക. അപ്പോൾ ലോൺ അടച്ച് കഴിഞ്ഞെന്ന് പറഞ്ഞാൽ പിന്നെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുക, അല്ലെങ്കിൽ ആദ്യം ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുക പിന്നെ ലോൺ എടുക്കുക. മനസ്സിലായില്ലേ? പക്ഷേ ചില ജോലികളുണ്ട് കേട്ടോ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാണ്ട് കിട്ടൂല. അപ്പോൾ അങ്ങനത്തെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ടാക്സി ഡ്രൈവേഴ്സ്, അവർക്ക് എന്തായാലും അത്രയും ചിലവാക്കേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു കഴിഞ്ഞാലും അവർക്ക് മന്ത്ലി ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് കൊടുക്കേണ്ടി വരും. മനസ്സിലായില്ലേ? അതും തന്നെ ഒരു ലോൺ മാതിരി തന്നെയായി. ആ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ട് അത് ഡിപ്പെൻഡ് ചെയ്യും. ചിലർക്ക് 4,000 ദിർഹത്തിന് കിട്ടും, പിന്നെ ചിലർക്ക് 6,000 10,000 15,000 ഡിപ്പെൻഡ് ചെയ്യും നിങ്ങളുടെ ടെസ്റ്റ് അനുസരിച്ചിട്ട്. അപ്പോൾ ഇതൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ഇവിടെ. അപ്പോൾ നിങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ജോലി ചെയ്ത് പൈസ ഉണ്ടാകുന്നത് വെച്ചാൽ ആദ്യം അത് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുക. അപ്പോൾ ലോണ് അടുത്ത 1 കൊല്ലം കഴിഞ്ഞിട്ടോ നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ EMI കൊടുത്ത് കഴിഞ്ഞിട്ട് തീർന്നിട്ട് മാത്രം നിങ്ങൾ ലോൺ എടുക്കുക. ചിലവർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഓൾറെഡി ഉണ്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കിട്ടി, അത് കഴിഞ്ഞിട്ട് വേണം അവർക്കൊരു കാർ എടുക്കാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു കാർ ലോൺ എടുക്കണം. ഇഞ്ഞു മനസ്സിലല്ലേ? ഇപ്പോൾ ഓൾറെഡി നമ്മളുടെ എന്തൊക്കെയായി, പേഴ്സണൽ ലോണായി, പിന്നെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ചിലവായി, പിന്നെ ഇഞ്ഞു കാർ ലോൺ. കാരണം എന്താ, ഒരു കാർ വേണമല്ലോ ട്രാൻസ്പോർട്ടേഷന്. സോ ഡോണ്ട് ബൈ എ കാർ സോ സൂൺ. നമ്മൾ വണ്ടി 1 കൊല്ലം വരെ ഒരു സെറ്റിലാവണ വരെ നമ്മൾ ഒരു ലോൺ എടുക്കാണ്ടിരിക്കുക. കാർ ലോണും എടുക്കരുത് നമ്മൾ. കാരണം അതും ഒരു EMIയിൽ കാൽക്കുലേറ്റ് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് ജീവിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാവും. ഓൾറെഡി തന്നെ നിങ്ങളുടെ ലൈസൻസിൻ്റെ ചിലവ് വന്നു, പ്ലസ് അതിൻ്റെ മുകളിൽ കൂടെ കാർ ലോണിൻ്റെ ചിലവും വരും, പ്ലസ് പേഴ്സണൽ ലോൺ. ഇതൊക്കെ ഇവിടെ നടക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാനിത് പറയണത്. അപ്പോൾ കാർ ലോൺ ഏതെങ്കിലും ഒരെണ്ണം ആദ്യം തീർത്ത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത്തത് തീർന്ന് കഴിഞ്ഞിട്ട് അതിന് അപ്ലൈ ചെയ്യുക, എടുക്കാം അതനുസരിച്ചിട്ട്. അപ്പോൾ നമ്മൾ വന്നിട്ട് ഇപ്പോൾ 2-3 മാസമായിട്ടുള്ളൂ, നമുക്ക് ലൈസൻസ് കിട്ടി, ജോലി കിട്ടി. അതിന് കാർ വേണം, കാരണം ട്രാവലിംഗ് ഭയങ്കര ബുദ്ധിമുട്ട്. ബസ്സിൽ പോവുക, മെട്രോയിൽ പോവുക. എടോ 1 കൊല്ലം വരെ ഒന്ന് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തെടുക്കണം. 1 കൊല്ലം അഡ്ജസ്റ്റ് ചെയ്ത് കടന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു കാർ ലോൺ എടുക്കാൻ നോക്കുക. അല്ലാണ്ട് വെറുതെ കാർ ലോൺ എടുത്ത് അതിനും പിന്നെ പെട്രോൾ അടിക്കണം, സാലിക്കുണ്ട്, അതൊക്കെ ചിലവ് കൂടുള്ളൂ, ഡബിളാവും. നമ്മളിത് അറിയണില്ല. പക്ഷേ ആ ചിലവ് വന്നുകൊണ്ട് ലാസ്റ്റിൽ മനസ്സിലാവും. ഒരു 20-ആം തീയതി ആകുമ്പോഴത്തേനും നമ്മുടെ സാലറി അങ്ങോട്ട് കഴിയും. മനസ്സിലായില്ല? കിട്ടുന്ന സാലറിയിൽ വെച്ചിട്ട് ഇത്രയും ഉണ്ടാവുള്ളൂ. ബാക്കി നാട്ടിലും പൈസ അയക്കണ്ടേ. പിന്നെ അടുത്തത്, നമ്മൊരു വീടൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിനൊന്ന് എന്താ പറയുക, ഭംഗിയായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നല്ല ഡെക്കറേഷനും മറ്റതും മറിച്ചതും അപ്ലയൻസസും പിന്നെ ഡൈനിങ് ടേബിളും ബെഡും ഫ്രിഡ്ജും TVയും മ്യൂസിക് സിസ്റ്റവും ഇതൊക്കെ നമ്മൾ അങ്ങോട്ട് മേടിക്കാൻ തുടങ്ങും. കാരണം നമ്മളിപ്പോൾ ഇവിടെ സെറ്റിലാവാൻ പോവല്ലേ. അപ്പോൾ എന്താ നമ്മൾ ചെയ്യണത്, നമ്മളൊരു വീട് അങ്ങോട്ട് ഉണ്ടാക്കുക, ഫുൾ അങ്ങോട്ട് പിന്നെ ഫ്രണ്ട്സിനെ അങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യാൻ തുടങ്ങും. കാരണം നമ്മളിപ്പോൾ ഇവിടെ വന്നു, അപ്പോൾ നമ്മളുടെ ഫ്രണ്ട്സ് ഫാമിലി എല്ലാവരും കാണിച്ചു കൊടുക്കുക. ഒരു സന്തോഷമാണ്, എനിക്ക് മനസ്സിലാക്കാം. വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഒരു സന്തോഷമാണ് അത് കാണിച്ചു കൊടുക്കാൻ. ഇപ്പോൾ ഫാമിലിനെയും ഫ്രണ്ട്സിനൊക്കെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ലൊരു വീട് വേണ്ടേ, ആ വീട് നല്ലോണം ഇരിക്കണ്ടേ. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ചിലവാക്കുന്ന ഏതാണ്, ഹോം ഡെക്കറേഷൻ. അപ്പോൾ ഈ ഹോം ഡെക്കോറിന് വേണ്ടിയിട്ട് ചിലവാക്കാണ്ടിരിക്കുക. 1 കൊല്ലം 1.5 കൊല്ലം 2 കൊല്ലം വരെ നിങ്ങളുടെ ലോണൊക്കെ കഴിഞ്ഞ വരെ ഹോം ഡെക്കറേഷൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇത് നമ്മുടെ നാടല്ല, നമ്മൾ ഇതൊന്നും എടുത്ത് കൊണ്ടുപോകാൻ പോകില്ല. ഇപ്പം ഞാൻ തന്നെ പോണ സമയത്ത് കാർഗോയിൽ അയക്കാൻ വേണ്ടിയിട്ടുള്ള ചിലവ് വന്നേ പോയി. മനസ്സിലായില്ല? എൻ്റെ തെറ്റുകളിൽ ഞാൻ നിങ്ങളെ പറഞ്ഞു തരുന്നുണ്ട്. ഇതൊന്നും നമ്മളെടുത്ത് എല്ലാതും കൂടി എടുത്തിട്ട് പോകാൻ പോകണില്ല. എല്ലാം നമുക്ക് ഇന്ന് നാട്ടിൽ കിട്ടും. പിന്നെ ഇവിടെ ജീവിക്കണം വെച്ചാൽ ഓഫ് കോഴ്സ് അതിൻ്റെ വേറെ ഇതുണ്ട്. അപ്പോൾ നിങ്ങൾ കുറച്ച് ആൾ ഒരു 10 കൊല്ലം വരെ ജീവിക്കണം വെച്ചാൽ ഓക്കെ എന്ന് വെച്ചാൽ മേടിച്ചോ. പക്ഷേ അത് സ്ലോലി അല്ലാണ്ട് ഒരു ഇതിൽ തന്നെ ചെന്നിട്ട് എല്ലാതും കൂടി മേടിച്ച് അങ്ങോട്ട് തുടങ്ങി എന്ന് വെച്ചാൽ ലോൺ എടുത്തത് ആ ലോണിൻ്റെ പൈസ നിങ്ങൾ ഇതിന് ചിലവാക്കുക. മനസ്സിലായില്ലേ? നമ്മൾ ലോൺ എടുക്കുന്നത് നമ്മൾ അത്രയും അത്യാവശ്യം വരുമ്പോഴാണ് നമ്മൾ ലോൺ എടുക്കുന്നത്. അല്ലാണ്ട് നമ്മളെ വീടിന് നന്നായി കാണിക്കാനോ ആൾക്കാരെ കാണിക്കാനോ വേണ്ടിയിട്ടല്ല. അപ്പോൾ തിങ്ക്
ട്വൈസ് ബിഫോർ യു ബൈ എനിത്തിങ്. പിന്നെ കല്യാണം കഴിച്ചവരെന്ന് വെച്ചാൽ ഏറ്റവും ആദ്യം അവർ ഫാമിലിനെ കൊണ്ടുവരാൻ നോക്കും. എല്ലാവരും ഇല്ല കേട്ടോ, ചിലർ. അപ്പോൾ ഒരു കാൽക്കുലേഷൻ നോക്കി കഴിഞ്ഞിട്ട് ഫാമിലിനൊക്കെ കൊണ്ടുവരാൻ നോക്കാം. കാരണം ഫാമിലിനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾക്കുള്ളവർ അതിനനുസരിച്ചിട്ട് സാലറി വേണം. കാരണം സ്കൂളിൻ്റെ ചിലവ് അങ്ങനെ പലതും ഉണ്ട്. ഇവിടെ അത്രയും കുറവൊന്നുമല്ല സ്കൂൾ, നല്ല എക്സ്പെൻസീവ് എടുത്ത സ്കൂളുകളൊക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ഉണ്ടാക്കണ എല്ലാതും കൂടുതൽ പോണത് ഈ റെൻറ്റിലും പിന്നെ സ്കൂളിൻ്റെ ചിലവിലും അതിലൊക്കെയാണ്. പിന്നെ ഭക്ഷണം അത് പറയാൻ വേണ്ട. ഫാമിലി വന്നു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു 1000 ദിറം വരെ നമ്മളുടെ ഗ്രോസറിയിൽ തന്നെ പോകും. 1000 ഒന്നുമല്ല ഇപ്പം. അപ്പോൾ അതനുസരിച്ചിട്ട് ഒന്ന് ആലോചിക്കുക. കുറച്ചൊന്ന് സെറ്റിലായി കഴിഞ്ഞ് സേവ് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രം നിങ്ങളെ കൊണ്ട് പറ്റുന്നത് വെച്ചാൽ, പിന്നെ ലോണൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങളെ കൊണ്ട് പറ്റുന്നത് വെച്ചാൽ, സാലറി ഉണ്ടെന്ന് വെച്ചാൽ, പ്രൊമോഷനൊക്കെ കിട്ടിക്കഴിഞ്ഞ് നല്ലൊരു നിലയിൽ എത്തിക്കഴിഞ്ഞിട്ട് ഫാമിലിനെ കൊണ്ടുവരാം. അടുത്ത വെരി ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്, നൈറ്റ് ഔട്ട്സ്. ഡോണ്ട് സ്പെൻഡ് ടു മച്ച് ഓൺ നൈറ്റ് ഔട്ട്സ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ സെറ്റിലായി കഴിഞ്ഞാൽ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടാക്കി നമ്മൾ, അല്ലെങ്കിൽ ഇപ്പോൾ സിംഗിൾ എന്ന് വെച്ചാൽ അവർക്ക് ഗേൾ ഫ്രണ്ട്സായി, അവരൊക്കെ ഒന്ന് പുറത്തു കൊണ്ടുപോകുക. എല്ലാ വീക്കെൻഡിലും ക്ലബിലോ പാർട്ടി ചെയ്യുക, വലിയ വലിയ റെസ്റ്റോറൻറ്റ്സിൽ പോവുക. ശമ്പളമുണ്ട്, അപ്പോൾ എന്താ ചിലവാക്കണ എന്താ അല്ലേ? അപ്പോൾ അതനുസരിച്ചിട്ട് അവർ നൈറ്റ് ഔട്ട്സ്, എല്ലാ വീക്കെൻഡിലും നൈറ്റ് ഔട്ട്സ്. ഒരു വീക്കെൻഡ് അല്ലല്ലോ ഇപ്പോൾ, ഫ്രൈഡേ ആയി പിന്നെ സാറ്റർഡേ ആയി. ഇപ്പോൾ 2 വീക്കെൻഡ് നൈറ്റ് ഔട്ട്സിൽ. ദുബായ് എന്ന് പറഞ്ഞാൽ ഒരു മായാലോക. അങ്ങനത്തെ ഒരു ഇത് വരുമ്പോൾ നമ്മളത് സൂക്ഷിക്കണം. കാരണം അത്രയും നമ്മൾ പുറത്ത് പോകുമ്പോൾ അത്രയും ചിലവാണ്. ഒരു നൈറ്റ് ഔട്ടിന് തന്നെ പൊന്നു മോനെ 200 മുതൽ 500 ദിറം വരെയെങ്കിലും വേണം. ഒരു ക്ലബ്ബിൽ കൊണ്ടെന്ന് വെച്ചാൽ 500 മുതൽ 1000 വരെ. ഒരാളല്ലേ, ഇത് 2-3 ആൾക്കാരെന്ന് വെച്ചാൽ ചിലവായി പോവും, നമ്മൾക്ക് അറിയ പോലും ഇല്ല. അപ്പോൾ അതൊന്ന് സൂക്ഷിക്കുക. നൈറ്റ് ഔട്ട്സ് കുറയ്ക്കുക. ഒരു ബജറ്റ് വയ്ക്കുക നൈറ്റ് ഔട്ടിന്. എനിക്കറിയാം, ഇപ്പോൾ നമ്മളിപ്പോൾ ഇത്രയും ജോലി ചെയ്ത് കഴിഞ്ഞിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു സെലിബ്രേഷൻ അതിന് വേണ്ടിയിട്ട് നമ്മൾ പലതും ചെയ്യും. പക്ഷേ ഒന്ന് ബഡ്ജറ്റിൽ വെക്കുക. അത് എന്ന് വെച്ചാൽ മാസം ഒരു 100 രൂപ 200 രൂപയോ ദിറംസോ, പക്ഷേ ഇത്രയും എൻ്റെ ബഡ്ജറ്റ് ഉണ്ട് ഒരു മാസത്തെ, അതനുസരിച്ചിട്ട് വയ്ക്കുക. നിങ്ങളുടെ സാലറി അനുസരിച്ചിട്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സാലറി കൂടുതൽ വെച്ചാൽ 200, ചിലപ്പോൾ 400 ആവും 500 ആവും. പക്ഷേ എന്തിന് അത്രയും ചിലവാക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ ഒരു ഫ്യൂച്ചർ ഉണ്ടാക്കാനല്ലോ വന്നത്. അപ്പോൾ അത് സേവ് ചെയ്യാൻ നോക്കാം. ഇത് ഫാമിലിനെയും ബാധിക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ, കാരണം ഒരു ഹസ്ബൻഡ് മാത്രം വരയ്ക്കുകയെന്ന് വെച്ചാൽ വൈഫും കുട്ടികളും വീട്ടിൻ്റെ ഉള്ളിൽ ഒറ്റയ്ക്ക്. അപ്പോൾ ഒരു വീക്കെൻഡ് എന്തായാലും അവരെ പുറത്ത് കൊണ്ടുപോകണം. ഇതൊരു സാധാരണ നോർമാണ് എല്ലായിടത്തും. ഇവിടെ മാത്രമല്ല, നമ്മുടെ ഇന്ത്യയിലും ചെയ്യാറുണ്ട് നമ്മൾ. പക്ഷേ നമ്മളുടെ ചിലവ് ഇവിടെ എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് കൂടുതൽ. ഇവിടെ ഞാൻ പറഞ്ഞില്ല, ഇവിടെ നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞാൽ തന്നെ ഇവിടെ കോസ്റ്റ് ഓഫ് ലിവിങ് ഇതൊക്കെ ഭയങ്കര ചിലവാണ്. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ നമ്മളുടെ ചിലവ് ചെയ്യുക. പിന്നെ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഈ ചിലവ് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ ചിലവർക്കുണ്ട് ഈ സോഷ്യൽ മീഡിയനായിട്ടുള്ളൊരു ഭയങ്കര ഒരു കണക്ഷൻ, മനസ്സിലായില്ലേ? അപ്പോൾ ആൾക്കാരെ കാണിക്കാണ്ടിരുന്നാൽ അവർക്കൊരു വെപ്പറാളാണ്. അപ്പോൾ നമ്മൾ ഈ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോവുക, കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുക, വീഡിയോസൊക്കെ എടുക്കുക, നൈറ്റ് ഔട്ടിൻ്റെ വീഡിയോസൊക്കെ എടുക്കുക. ഈ ഒരു സ്വഭാവം കാരണം പലരും ചിലവ് കൂടുതലാക്കുന്നത് അവർക്ക് മനസ്സിലാവില്ല. ചിലവ് ഇങ്ങനെ അങ്ങോട്ട് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടോ മറ്റുള്ളവരെ മുമ്പിൽ ഞാൻ വലുതാന്ന് കാണിക്കാണ്ടിരിക്കുക. കാരണം ഇതിൽ പെട്ട് കഴിഞ്ഞാൽ മോനെ പിന്നെ പെട്ടത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് എക്സ്പെൻസസ് നിങ്ങളുടെ ഗാഡ്ജറ്റ്സിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ നൈറ്റ് ഔട്ട്സിനെ പറ്റിയിട്ടോ കൂടുതൽ കാണിക്കുന്ന ചിലത് പെട്ടുപോകും. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് കുറച്ചൊന്ന് ദൂരെ ആവുക. നെക്സ്റ്റ് പോയിൻറ്റ്, ഏറ്റവും ആദ്യം ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഒരു പോസ്റ്റ് പെയ്ഡ് കണക്ഷൻ എടുക്കുക. പോസ്റ്റ് പെയ്ഡ് കണക്ഷനിൽ കൂടെ മന്ത്ലി ഒരു 150 മുതൽ 200-300 ദിറം വരെ പോസ്റ്റ് പെയ്ഡ് കണക്ഷനിൽ ലൈൻ എടുക്കുക. കാരണം അൺലിമിറ്റഡ് ഇൻ്റർനെറ്റും പിന്നെ അൺലിമിറ്റഡ് കോൾസും ഇപ്പോൾ ഇൻ്റർനാഷണൽ കോൾസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പോസ്റ്റ് പെയ്ഡ് കണക്ഷൻ എടുക്കും. അത് ഏറ്റവും വലിയ സ്റ്റുപ്പിഡിറ്റിയാണ്. അത് മനസ്സിലാക്കുക. അത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടുപോകും. കാരണം അവർക്കൊരു പ്രശ്നമില്ല. ആ പോസ്റ്റ് പെയ്ഡ് കണക്ഷൻ്റെ ഒപ്പം തന്നെ പുതിയൊരു ഹാൻഡ് സെറ്റ് കൊടുക്കുക. എന്ന് വെച്ചാൽ iPhone 15 16 അതൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് അതിൻ്റെ മന്ത്ലി EMI കൊടുക്കുക. എൻ്റെ പൊന്നു മോനെ വന്നു കഴിഞ്ഞിട്ട് ആദ്യം സെറ്റിലാവാൻ നോക്ക്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു പ്രാവശ്യം സേവിങ് എന്ന് വെച്ചാൽ സ്വന്തം പൈസ വെച്ചിട്ട് അത് എടുക്കാൻ നോക്ക്. EMI കൊടുക്കണം നല്ലതാണ്, പക്ഷേ നിങ്ങളുടെ ഒറ്റ ലോണും ഉണ്ടാവാൻ പാടില്ല. ഒരു ലോൺ ഇല്ലാണ്ട് നിങ്ങളൊരു EMI എടുക്കണമെന്ന് വെച്ചാൽ ഓക്കെ ആണത്. പക്ഷേ ഇത്രയും വലിയ പോസ്റ്റ് പെയ്ഡ് കണക്ഷനിൽ 300 രൂപ 350 രൂപ വരെ പോസ്റ്റ് പെയ്ഡ് കണക്ഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ അത് എടുക്കാണ്ടിരിക്കുക. അത്രയും നമ്മൾക്ക് ആവശ്യമൊന്നുമില്ല, മനസ്സിലായില്ലേ? അതൊന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ മാസം ഒരു 150 വെച്ചിട്ടായാലും ശരി, അല്ലെങ്കിൽ 150 പിന്നെ ഓക്കെ എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ എന്നാലും ഒരു 200-300 ഒക്കെ നിങ്ങൾ കണക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഒരു കൊല്ലം തന്നെ നിങ്ങൾക്ക് എത്രയാണ് അത്? ഒരു 10 മാസം വെച്ച് കഴിഞ്ഞാൽ 3000-3600 ദിറായില്ല. അത് നാട്ടിൽ തന്നെ ഓൾമോസ്റ്റ് 1 ലക്ഷം റുപ്യയായി വെറുതെ ഇൻ്റർനെറ്റിലും കോളിങ്ങിനും. അത് അവോയ്ഡ് ചെയ്യാൻ നോക്കാം. നെക്സ്റ്റ് പോയിൻറ്റ്, ഷോപ്പിംഗ്.
ദുബായ് ഞാൻ പറഞ്ഞില്ല ഒരു മായാലോകമാണ്. നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ഒരു ഷോപ്പിംഗ് മോളിലോ സിനിമയ്ക്കോ അങ്ങനെ പോകുമ്പോൾ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് വേറെ പേടിക്കേണ്ട ഒരു ഇതായിട്ട് തോന്നും. അപ്പോൾ ഈ ഷോപ്പിങ്ങിൻ്റെ എക്സ്പെൻസസൊക്കെ കുറയ്ക്കാൻ നോക്കുക. കാരണം ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. ഇപ്പം തന്നെ ഒരു 4 ജോഡി എൻ്റെ കണ്ടില്ലത് എൻ്റെ ഇപ്പോഴും വെള്ള ടീഷർട്ടിന് ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്നത്. ഞാൻ മേടിക്കണമെന്ന് പറയില്ല കേട്ടോ. ഞാനിത് പറയണതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ മിഡിൽ ക്ലാസ് ആൾക്കാരില്ലേ, പുതുതായിട്ട് ജോലി കിട്ടിയവരും അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയണത്. ഇപ്പോൾ പൈസ ഉള്ളവരൊക്കെ എന്ന് വെച്ചാൽ കോടീശ്വരന്മാരും അവരൊക്കെ എന്ന് വെച്ചാൽ അയക്കുക, നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ പൈസ നിങ്ങൾക്ക് ചിലവാക്കാം. ഞാൻ നമ്മളുടെ കാറ്റഗറിയിൽ പെട്ടുന്ന ആൾക്കാരെ പറ്റിയിട്ടാണ് ഈ പറയണത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമാണത്. പക്ഷേ ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ തരണമെന്നുള്ളൂ. ഷോപ്പിംഗ് കുറയ്ക്കുക, ആവശ്യമില്ലാണ്ട് ഡ്രസ്സുകൾ മേടിക്കലും, പിന്നെ ഇങ്ങനെ ഇതന്നെ ഡെക്കറേറ്റീവ് ഐറ്റംസും മനസ്സിലായില്ല, ഗാഡ്ജറ്റ്സും ഫോണൊക്കെ നമ്മൾ മേടിക്കില്ലേ, അതൊന്നൊക്കെ മേടിക്കാണ്ടിരിക്കുക. ഏറ്റവും കൂടുതൽ ആൾക്കാർ മേടിക്കുന്നതാണ് മൊബൈൽ ഫോൺസ്. ഇവിടെ എല്ലാ കൊല്ലവും 1 അല്ല 2 അല്ല 3 മൊബൈൽ വരെ മാറ്റുന്ന ആൾക്കാരുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എല്ലാ കൊല്ലം ഒരു പുതിയ മോഡൽ വരുമ്പോൾ അപ്പോൾ അത് അപ്ഡേറ്റ് ചെയ്യുക, അപ്ഗ്രേഡ് ചെയ്യുക, അതൊക്കെ ചെയ്യാണ്ടിരിക്കുക. കാരണം അതിൽ നമ്മൾ പൈസ പോകുന്നത് നമ്മൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഇതാണ് എൻ്റെ കുറച്ച് പോയിൻറ്റ്സ് എനിക്ക് തോന്നിയത് പറയണമെന്ന് വിചാരിച്ചു. ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു. ഞാൻ എന്തെങ്കിലും പോയിൻറ്റ്സ് വിട്ടുപോയിട്ടുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. ഉണ്ടാവും ചിലപ്പോൾ ചില പോയിൻറ്റ്സ് ഉണ്ടാവും ഞാൻ മറന്നുപോയത്. അപ്പോൾ നിങ്ങളത് കമൻറ്റ് ബോക്സിൽ കൂടെ ഷെയർ ചെയ്യുക. എന്താണ് നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്സ്. ഏറ്റവും ആദ്യം ജോലി കിട്ടിക്കഴിഞ്ഞാൽ ദുബായിൽ ഈ മിസ്റ്റേക്സ് നമ്മൾ ചെയ്യാണ്ടിരിക്കേണ്ടത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ വാണ്ട്സും നമ്മളുടെ നീഡ്സിനെ പറ്റിയിട്ടുമാണ്. അപ്പോൾ വാണ്ടും നീഡും രണ്ടും വ്യത്യസ്തമായ കാര്യങ്ങളാണ്. അത് പലർക്കും അത് മനസ്സിലാവില്ല. അപ്പോൾ നമ്മൾക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ മേടിക്കുക. പിന്നെ അത് എങ്ങനെ കേടാവുന്ന വെച്ചാൽ മാത്രം വേറെ ഇത് മേടിക്കുക. മനസ്സിലായില്ലേ? ഇപ്പോൾ ഒരു 10 ജോഡിയോ 20 ജോഡിയോ നമ്മൾക്ക് ഷർട്ടും അല്ലെങ്കിൽ 20 ഷർട്ടും 10 പാൻറ്റും 20 പാൻറ്റും ഒക്കെ മേടിച്ച് എല്ലാ മാസവും പാൻറ്റും ഷർട്ടൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ദുബായിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് അങ്ങനത്തെ ഒരു ഫീലിംഗ് വരും. കാരണം പുറത്ത് പോകണമല്ലേ, 20 ദിറേ ഉള്ളൂ, 10 ദിറേ ഉള്ളൂ. ഡേ ടു ഡേയിൽ പോയി കഴിഞ്ഞാലും നമ്മൾ 20 ഉറുപ്പിക്ക് ഒരു ജീൻസ് കിട്ടുന്നു, അല്ലെങ്കിൽ 50 ഉറുപ്പിക്ക് ഒരു ജീൻസ് കിട്ടുന്നു, നമ്മളത് മേടിച്ചു പോകും. കാരണം ഇവിടുത്തെ മെയിൻ സൈക്കോളജിക്കൽ തിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിലെ 5000 ഇവിടുത്തെ 300 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 300 ചെറിയൊരു നോമിനൽ വാല്യൂ ആയിട്ടാണ് തോന്നാം നമുക്ക്. അത് സൈക്കോളജിക്കലാണ്, പ്ലീസ് മനസ്സിലാക്കണത്. 5000ഉം 300ഉം തമ്മിൽ വ്യത്യാസമുണ്ട് ഇല്ലേ? പക്ഷേ വാല്യൂ ഞാൻ പറയണത് നിങ്ങളോട്, ആ 300 ഇവിടെ നിങ്ങൾ ചിലവാക്കണം, 300 നാട്ടിലെ 5000ആണ്. ഇപ്പോൾ ഇവിടെ ചിലവാക്കുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ നാട്ടിലെ ഡബിൾ എമൗണ്ട്. അതൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഗൈസ്, ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഞാൻ എന്തെങ്കിലും പോയിന്റ് വിട്ടെന്ന് വെച്ചാൽ നിങ്ങളതിനെ പറ്റിയിട്ട് ഈ കമൻറ്റ് ബോക്സിൽ കൂടെ പറയാം. ഓക്കെ, അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയും മാത്രം. സീ യു ഗൈസ്. ചെറിയൊരു വീഡിയോയിലേക്ക് ശേഷം ബൈ.